PSC 10th ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു മാത്സ് ക്വസ്റ്റ്യനാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഒരു ക്ലോക്കിൽ സമയം 10:10 കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് കാണുന്നതിനൊരു ഫോർമുലയുണ്ട്, അതായത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണുന്നതിന്. ആ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാൻ. 30 ഇൻറ്റു ഹവർ മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് എന്നുള്ളതാണ് ഫോർമുല. ഇതിൽ ഹവറിൻ്റെ ഭാഗത്ത് നമ്മുടെ സമയത്തിലെ മണിക്കൂറിൻ്റെ എത്രയാണ് തന്നിട്ടുള്ളത് അത് കൊടുക്കുക. അതേ മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ്. ആ മിനിറ്റിൻ്റെ ഭാഗത്ത് എന്ത് കൊടുക്കുക? സമയത്തിലെ മിനിറ്റ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി നോക്കാം. 30 ഇൻറ്റു ഇവിടെ ഹവറിൻ്റെ സ്ഥലത്ത് എത്ര മണിക്കൂറാണ് നമ്മുടെ സമയത്തിൽ? 10:10 ആണ്. ഇവിടെ 10 മണിക്കൂർ. അപ്പോൾ 10 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ്. എത്ര മിനിറ്റാണ് ഇവിടെ? 10 മിനിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ 10 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2ഉം 10ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അവിടെ 5 എന്ന് വരും. അപ്പോൾ ഇനി ഇതിനെ എഴുതുമ്പോൾ 30 ഇൻറ്റു 10 300 മൈനസ് 11 ഇൻറ്റു 5 55. അപ്പോൾ 300 മൈനസ് 55 ചെയ്യുമ്പോൾ 245 കോണളവല്ലേ? അപ്പോൾ ഡിഗ്രി എന്ന് വരും. പക്ഷേ 245 ഡിഗ്രി എന്നുള്ളത് നമ്മുടെ ആൻസറിലില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ഈ കോണളവ് 180 ഡിഗ്രിനേക്കാൾ കൂടുതലാണെങ്കിൽ, നമുക്ക് കിട്ടുന്ന കോണളവ് 180 ഡിഗ്രിനേക്കാൾ കൂടുതലാണെങ്കിൽ അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 നിന്ന് നമുക്ക് കിട്ടുന്നത് കുറയ്ക്കുക. അപ്പോൾ 360 നിന്ന് 245 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 115 ഡിഗ്രി. 115 നമ്മുടെ ഓപ്ഷൻസിലില്ലേ? ഉണ്ട്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇനി മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണുന്നതിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. അതെങ്ങനെയാണ്? 30 ഇൻറ്റു ഹവർ മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും.